ചെയ്യാനായിട്ട് ഈ നമ്മുടെ ഒമേഗ 3 ഏറ്റവും നല്ലതാണ്. പക്ഷേ മിനിമം ഡോസ് എത്രയാ? മിനിമം നമ്മൾ എത്ര കഴിക്കണം? മിനിമം ഒന്നല്ല, മിനിമം 2 ആണ്. മിനിമം 2 കഴിച്ചാൽ മാത്രമേ നിങ്ങൾ ഒമേഗ 3 കഴിക്കുന്നു എന്ന് പറയേണ്ടതുള്ളൂ. 1 കഴിക്കണമെങ്കിൽ നിങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരെണ്ണം 250 മില്ലിഗ്രാം ആണ്. 2 കഴിച്ചാൽ 500 കിട്ടും. നമുക്ക് 1000 കിട്ടുന്നതാണ് നല്ലത്. ഡെയിലി നമുക്ക് 1000 കിട്ടണം എന്നാ പറയാ. അപ്പൊ 4 കഴിച്ചാൽ ഓക്കെയാണ്. ഈ 4 2 കഴിക്കുക. രോഗാവസ്ഥയിൽ 2 വെച്ച് 3 നേരം അല്ലെങ്കിൽ 3 വെച്ച് 3 നേരം വരെ നമുക്ക് കൊടുക്കാം. അപ്പൊ നമ്മുടെ വൈറ്റമിൻസ്, മിനറൽസ് അതുപോലെ വരുന്നതാണ്. അന്നജം നമുക്ക് പറയണ്ടല്ലോ അല്ലെ. നമ്മൾ 3 നേരം നമ്മുടെ ഇഷ്ടപ്പെട്ട ആളാണ് അന്നജം. പക്ഷെ ആ അന്നജത്തിന് നമ്മൾ കുറയ്ക്കാത്തത് കൊണ്ടാണ് നമ്മുടെയൊക്കെ മധ്യഭാഗം, എന്റെ ഉൾപ്പെടെ എന്നെയും കൂടെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, എന്റെ ഉൾപ്പെടെ മധ്യഭാഗം വലുതായിക്കൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? അന്നജത്തെ കുറയ്ക്കാത്തത് കൊണ്ടാണ്. ഇപ്പൊ പണ്ട് പണിയെടുത്തിരുന്നപ്പോ തിന്നുന്ന 1 കിണ്ണം ചോറ് ഇന്ന് പണിയെടുക്കാതിരിക്കുമ്പോ തിന്നാൽ എന്തുണ്ടാവും? ഈ ചോറ് അകത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന എനർജി മുഴുവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയും അതിങ്ങനെ വീർത്ത് വരുമ്പോ നമുക്ക് കാണുമ്പോ ഒരു ആഡംബരമൊക്കെ ഉണ്ടാവും. പക്ഷെ പതുക്കെ നമ്മള് രോഗാവസ്ഥയിലേക്ക്. ചിലര് പറയേ ഈ വയറ് എന്റെ ആഡംബരത്തിന്റെ ലക്ഷണമാണ്, ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്താന്നൊക്കെ ചിലര് പറയുന്നുണ്ട്. പക്ഷെ അവര് മരണത്തിലേക്ക് അല്ലെങ്കിൽ ആശുപത്രിയിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ അന്നജത്തെ കട്ട് ചെയ്തിട്ട് പരമാവധി കുറയ്ക്കുക. 1 നേരം മാത്രം അന്നജം കഴിച്ച് ബാക്കി 2 നേരം, 1 നേരം മില്ലറ്റ് കഴിക്കാം, 1 നേരം വേവിക്കാത്ത പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ കഴിക്കാം. പിന്നെ ഉള്ളതാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ ആവശ്യമുണ്ടോ? നമുക്ക് ആവശ്യമുണ്ട്. എന്തിനാ മേഡം പ്രോട്ടീൻ? ശരീരത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു ഐഡിയ മാഡത്തിന് കൊടുക്കാം. ശരീരത്തിലെ എല്ലാ കാര്യങ്ങൾക്കും പ്രോട്ടീൻ വേണം. കാരണം ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ് പ്രോട്ടീൻ. ഇതില്ലാതെ നമ്മള് ഒന്നും നടക്കില്ല. അപ്പൊ ചില ആൾക്കാർ പറയും പ്രോട്ടീൻ കഴിച്ചാൽ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? അറിയില്ലല്ലേ പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നി പോവെന്ന് ചോദിച്ചിട്ടുണ്ടോ? സാധാരണ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. സാധാരണ പ്രോട്ടീനെ പറ്റി ഒന്ന് സംസാരിക്കുക. അപ്പൊ അവര് ചോദിക്കും തിരിച്ചൊരു ചോദ്യം, പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നി പോകുന്ന കാര്യങ്ങളാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. നമുക്കിത് പാക്കറ്റിൽ കിട്ടുന്ന കൃത്രിമ നിറങ്ങളും പ്രിസർവേറ്റീവ്സും ചേർന്നും മായങ്ങൾ ചേർന്നും തരുന്ന ഭക്ഷണ വസ്തുക്കളും നമ്മൾ ഇന്ന് തട്ടുകടയിൽ നിന്നും ഹോട്ടലുകളിൽ അന്തിക്കടകളിൽ നിന്നും ഒക്കെ കഴിക്കുന്ന കുഴിമന്തി പോലത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെയാണ് നമുക്ക് കിഡ്നി പോകാൻ കാരണമാകുന്നത്. അതുപോലെ ഗോതമ്പ് പൊടിയിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാമാണ് കിഡ്നി, അല്ലാതെ പ്രോട്ടീൻ അല്ല. പിന്നെ കിഡ്നി പോകാൻ കാരണമാകുന്ന പ്രോട്ടീനുകൾ റോങ് ബ്രാൻഡിലുള്ളതോ അല്ലെങ്കിൽ അതിനകത്ത് മിസ്ലീഡിംഗ് ലേബൽസ്, തെറ്റായ ലേബലുകൾ എഴുതിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ പ്രിസർവേറ്റീവ്സ്, സ്റ്റിറോയിഡ്സ് ഒക്കെ ചേർത്തിട്ടുള്ളത്, അങ്ങനെ വരുന്നത് ശ്രദ്ധിക്കണം. പക്ഷെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിവിടെ എന്താ എഴുതിയേക്കണേ? വേഗനാണ്, പ്രീബയോട്ടിക് ഫൈബർ ഉണ്ട്, പിന്നെ ഇതിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് 0 പ്രിസർവേറ്റീവ്സ് ആണ്, നോ ആർട്ടിഫിഷ്യൽ കളർ, കൃത്രിമമായ നിറങ്ങളൊന്നും ചേർത്തിട്ടില്ലാത്ത നല്ല പ്രോട്ടീൻ പൗഡർ നമുക്ക് കിട്ടും. ഒരു ദിവസം നമുക്ക് മിനിമം 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന കണക്കിൽ പ്രോട്ടീൻ വേണം. 60 കിലോ തൂക്കമുള്ള ഒരാൾക്ക് മിനിമം 60 ഗ്രാം പ്രോട്ടീൻ എങ്കിലും വേണം. ശരീരത്തിലെ എല്ലാ കോശങ്ങളും 30 ട്രില്യൺ കോശങ്ങളുണ്ടെന്നോ, ഈ കോശങ്ങളുടെ, അതായത് നമ്മൾ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെ പഴയ കോശങ്ങൾ നശിക്കുന്നുണ്ട്, പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ പ്രോസസ് നടക്കണമെങ്കിൽ പഴയ കോശങ്ങൾ എന്തായാലും സമയമാകുമ്പോൾ മരിക്കും. പക്ഷെ പുതിയത് ഉണ്ടാവണമെങ്കിൽ ആരുണ്ടാവണം? പ്രോട്ടീൻ ഉണ്ടാവണം നമ്മുടെ ശരീരത്തില്. അതുപോലെ തന്നെ സെല്ലുകൾക്ക് എന്തെങ്കിലും ഡാമേജ് വന്നു അതിനെ റിപ്പയർ നടത്തണമെങ്കിൽ പ്രോട്ടീൻ ഉണ്ടായിരിക്കണം. ശരീരത്തിൽ ഒരു മുറിവ് വന്നു, പുതിയ കോശങ്ങൾ വന്ന് ആ മുറിവ് കൂടണമെങ്കിൽ പ്രോട്ടീൻ ഉണ്ടായിരിക്കണം. ശരീരത്തിൽ ആന്റിബോഡീസ് പുതിയത് ഉണ്ടാകണമെങ്കിൽ, ഒരു രോഗം വന്നു, ഇപ്പൊ നമ്മൾ കൊറോണ സമയത്തൊക്കെ വാക്സിൻ എടുത്തു അല്ലെ. വാക്സിൻ എടുത്തതിന് വേണ്ടിയാ? ആന്റിബോഡി ഉണ്ടാവാൻ വേണ്ടിയാ. പക്ഷെ ചിലർക്ക് വാക്സിൻ എടുത്തിട്ടും വീണ്ടും കൊറോണ വന്നു. കാരണം വാക്സിൻ എടുത്തിട്ടും അവർക്ക് ആന്റിബോഡി ഉണ്ടായില്ല. അതിന്റെ കാരണം പ്രോട്ടീൻ ശരീരത്തിൽ ഇല്ലാതാണ്. നമ്മുടെ ശരീരത്തിൽ എല്ലാ എൻസൈമുകളും പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലുകളും പല്ലുകളും മുടിയും സ്കിന്നും എല്ലാത്തിനും പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ ഇല്ലാത്തൊരു കാര്യമില്ല. പക്ഷെ ഈ പ്രോട്ടീൻ ഇന്ന് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന നിത്യഭക്ഷണത്തില് രാവിലെ എന്ത് കഴിച്ചു എന്ന് ചിന്തിക്കുക, ഉച്ചയ്ക്ക് എന്ത് കഴിക്കും എന്ന് ചിന്തിക്കുക, വൈകിട്ട് എന്ത് കഴിക്കാൻ പോകുന്നു എന്ന് ചിന്തിക്കുക. ഇതിൽ എത്ര ഗ്രാം പ്രോട്ടീൻ വരുന്നുണ്ടെന്ന് നോക്കിയാൽ
60 ഗ്രാം പോയിട്ട് അതിന്റെ പകുതി പോലും എത്തില്ല. അപ്പൊ അതിനെ കുറച്ചെങ്കിലും സപ്ലിമെന്റ് ചെയ്യാൻ 15 ഗ്രാം, ഇതിനകത്ത് 20 പാക്കറ്റ് ഉണ്ട്. 20 ഗ്രാം പൊടിയാണ് ഒരു പാക്കറ്റിലുള്ളത്. 15 ഗ്രാം പ്രോട്ടീനും 5 ഗ്രാം ഫൈബറുമാണുള്ളത്. ഫൈബർ ഇല്ലാത്ത ഒരു ഭക്ഷണവും നമുക്ക് ഡൈജഷൻ നടക്കൂല. അപ്പൊ 15 ഗ്രാം ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പിഡിക സ്കോർ 1 ഉള്ള പ്രോട്ടീൻ, ദ ബെസ്റ്റ് പ്രോട്ടീൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് 15 ഗ്രാം എങ്കിലും ഒരു ദിവസം കഴിച്ചാൽ 15 ഗ്രാം ഇതിൽ നിന്ന് കിട്ടും. അപ്പോഴും 45 ഗ്രാം നമ്മൾ എവിടെ നിന്ന് കണ്ടുപിടിക്കണം? ഭക്ഷണത്തിൽ നിന്ന് കണ്ടുപിടിക്കണം. ഇനി അതിന് ബുദ്ധിമുട്ടുള്ളവർ ഇത് ഒരു ദിവസം 2 പാക്കറ്റ് കഴിച്ചോളൂ. അപ്പൊ എത്ര കിട്ടും? 30 ഗ്രാം കിട്ടും. ബാക്കി 30 ഗ്രാം ഭക്ഷണത്തിൽ നിന്ന് കണ്ടുപിടിക്കണം. പ്രോട്ടീൻ അപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ അത്യാവശ്യമായിട്ട് ഉൾപ്പെടുത്തണം. വൈറ്റമിൻസ്, മിനറൽസ് പറഞ്ഞു. കൊഴുപ്പ്, കൊഴുപ്പ് നല്ലതാണോ ചീത്തയാണോ? കൊഴുപ്പ് വേണ്ടതാണോ വേണ്ടാത്തതാണോ സാറേ? വേണം. വെരി ഗുഡ്. സാറ് നല്ലൊരു കേടി. കൊഴുപ്പ് വേണം. മാഡം, കൊഴുപ്പ് വേണ്ടതാണോ വേണ്ടാത്തതാണോ? അത്യാവശ്യത്തിന് വേണം, അധികം പാടില്ല. കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ നിർബന്ധമായിട്ട് വേണ്ടതാണ്. നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞത് ഒരു ഫാറ്റി ഓർഗൻ ആണ്. ബ്രെയിനിന്റെ ഫങ്ഷൻസ് നടക്കണമെങ്കിൽ കൊഴുപ്പ് വേണം. പലതരം വൈറ്റമിൻസ്, വൈറ്റമിൻ എ, ഡി, ഇ, കെ, ഇതെല്ലാം കൊഴുപ്പിൽ കഴിയുന്ന വൈറ്റമിൻസ് ആണ്. അതിലും നമുക്ക് കൊഴുപ്പ് വേണം. അപ്പോ നമ്മൾ ഭക്ഷണത്തിന് കൊഴുപ്പ് വേണം, പക്ഷെ ഏത് കൊഴുപ്പ് എന്നുള്ളതാണ് ചോദ്യം. നമ്മളിപ്പോ കഴിക്കുന്ന കൊഴുപ്പ് നല്ലതാണോ? പാചകത്തിന് നമ്മളിപ്പോ ഏതാ ഉപയോഗിക്കണേ? പാചകത്തിന് റൈസ് ബ്രാൻ ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ അല്ലേ? അതല്ലേ എല്ലാവരും ഉപയോഗിക്കണേ? വേറെ എണ്ണ ആരെങ്കിലും പാചകത്തിന് ഉപയോഗിക്കുന്നവരുണ്ടാ? വേറെ റൈസ് തവിടെണ്ണ അല്ലാതെ വേറെ ഏതെങ്കിലും പാചകത്തിന് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കാമോ? ആരുമില്ല. ഓക്കെ. ഈ റൈസ് ബ്രാൻ ഓയില് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, ഇങ്ങനെ 3 കൊഴുപ്പുകളുണ്ട്. ഓരോ ഓയിലും ഉണ്ട്. ഇത് വെളിച്ചെണ്ണയില് SFA ഇത് മാത്രമാണ് ഉള്ളത്. ഇത് നമ്മുടെ തവിടെണ്ണയിൽ ഇത് 3ഉം നമ്മുടെ ലോകാരോഗ്യ സംഘടന പറഞ്ഞ അനുപാതത്തിൽ